വാവ്, അതിസുന്ദരമായ പൂമ്പാറ്റ. ഇംലി വാ, ഒരുപാട് ലേറ്റ് ആയി, നമുക്ക് വീട്ടിലേക്ക് പോകാം. ചേട്ടാ, ഈ ചിണ്ടു എങ്ങോട്ടാ പോയത്? നിങ്ങൾ ചെല്ല, ഞാൻ ചിണ്ടുവിനെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരാം. അവൻ പൂമ്പാറ്റയുടെ പുറകെ ഓടിയതാ, കാട്ടിൽ എങ്ങനെ കാണും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപക്ഷെ നമ്മുടെ എക്സ്പെരിമെന്റ് വിജയിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്കും മനുഷ്യരെ പോലെ ശരീരം കിട്ടുന്നതായിരിക്കും. അതോടെ നമുക്ക് ഈ ഭൂമി മുഴുവൻ അടക്കി ഭരിക്കാൻ സാധിക്കും. നമ്മുടെ പ്ലാനറ്റിൽ നിന്ന് നമുക്ക് എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. എല്ലാവർക്കും ഹ്യൂമൻ ബോഡി കിട്ടും. നീ ആ മൃഗം ഡോങ്കിയുടെ അടുത്തേക്ക് ചെല്ല്. ഞാൻ ചെന്ന് ആ മനുഷ്യന്റെ കാര്യത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യാം. പിന്നെ കാർ, നീ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ഇത് ഏതു തരം മാസ്കാ? ഇത് ലൈറ്റ് കാരണം ജ്വലിക്കുന്നുണ്ടല്ലോ. വാവ്, ശരിക്കും നല്ല രസമുണ്ട്. ഈ മാസ്ക് എവിടെ നിന്നാണ് വന്നത്? ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓടിക്കോ, ഈ മാസ്കിൽ നിന്ന് എന്നെ രക്ഷിക്കേ. അതെന്റെ പുറകെ വന്നോണ്ടിരിക്കുകയാണ്. രക്ഷിക്കണേ. ഇത് കണ്ടോ, ഇതൊരു ആഡ് ഫിലിമിനുള്ള ഓഡിഷന്റെ ഇൻവിറ്റേഷനാ. നിനക്കും അത് കിട്ടിയില്ലേ? ഇല്ലല്ലോ. വീർ, നിനക്ക് ഇൻവിറ്റേഷൻ കിട്ടിയില്ലല്ലേ? ഓ സോറി. നിന്റെ വീടിന് പുറത്ത് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ എൻ്റെ അച്ഛന് കൊടുത്തിരിക്കുക. ഞാൻ മാഡാണ്, വെരി വെരി മാഡ് മാക്സ്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് വീറിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. അവനെ എങ്ങനെയാ ഉണ്ടാക്കിയെന്നുള്ള ഫോർമുല കണ്ടെത്താനും സാധിക്കുന്നില്ല. ബോസ്, നിങ്ങൾ എന്തിനാ വീറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് എന്നെ പോലെ ഇങ്ങനെ കഴിവുള്ള ആൾക്കാരില്ലേ? നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അതുപോലെ ചെയ്യുമല്ലോ. അങ്ങനെ നിനക്കെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ഡോക്ടർ പ്രേം സഹായുടെ വീട്ടിൽ ചെന്ന് ആ വീറിനെ ഉണ്ടാക്കിയ ഫോർമുല അടിച്ചെടുത്തോണ്ട് വാടാ. ആ ഫോർമുല അയാൾ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. വേഗം ചെല്ലിട്ട് പറ്റോ. പ്രേം സഹായുടെ വീട്ടിൽ ചെന്ന് ആ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിക്കൊണ്ട് വരൂ. എനിക്ക് അയാളുടെ വീട്ടിൽ നിന്ന് അതെങ്ങനെ അടിച്ചു മാറ്റാൻ കഴിയും? ഇതെടുത്തോട്ട് പോടാ. നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞാൽ മതി. ഈച്ചയെയും കൊതുകിനെയും കൊല്ലുന്ന പെസ്റ്റിസൈഡും കൊണ്ടാ വന്നിരിക്കുന്നെന്ന് പറഞ്ഞോ. കുറച്ചു സമയത്തേക്ക് അയാളുടെ വീടിന് വെളിയിൽ നിൽക്കാൻ പറയുക. പിന്നെ അയാൾ ഒരു പക്ഷെ വീട്ടിനകത്തു നിന്നും പുറത്തേക്ക് പോയില്ലെങ്കിൽ അയാളുടെ മുഖത്തേക്ക് ഇത് വെച്ചങ്ങ് സ്പ്രേ ചെയ്തേക്ക്. അയാൾ ഉടനെ തന്നെ ബോധം കിട്ട് വീഴ്മടാ. ആ ഗ്യാപ്പിൽ നീ ആ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിക്കൊണ്ടു വാ. ഈ പ്രാവശ്യം നീ ഒരു മണ്ടത്തരവും അവിടെ ചെന്ന് കാണിക്കരുത്. ബോസ്, ഈ സിലിണ്ടറിനകത്ത് സ്മോക്ക് ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ചെയ്യരുത്, അങ്ങനെയല്ല. നീ എന്ത് കാണിക്കുന്നത്? നിന്നെ ഞാനുണ്ടല്ലോ ഈ മണ്ടൻ. ഹായ് മിലി ചുൾബുൾ. ഡോക്ടർ പ്രേം സഹായിയുടെ ലാബ് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാ തോന്നുന്നത്. ഒന്ന് നോക്കിക്കളയാം. എക്സ്റേ വിഷൻ വെച്ച് നോക്കാം.
ബോസ്, ഞാൻ ലാബിന്റെ പടി ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ഞാൻ എന്റെ ക്യാമറയും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. Mad Max, you are great. Very, very great. Timbuktu. ഞാൻ എന്റെ മോണിറ്റർ കൂടെ ലൈവായിട്ട് കാണാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്റെ ടിഫിൻ ബോക്സിൽ നിന്ന് വരുന്ന നല്ല മണം അറിയാൻ പറ്റുന്നില്ലേ? എങ്ങനെയുണ്ട്? ഇല്ലല്ലോ. അങ്ങനെ ഇപ്പൊ ടിഫിൻ ബോക്സിൽ വെച്ച് എന്താ കൊണ്ടുവന്നേക്കുന്നത്? ഇന്ന് എനിക്ക് അമ്മ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അറിയാവോ? അതെന്താ? ആലു പറാട്ട, പിന്നെ മാങ്ങ അച്ചാറുണ്ട്. അടിപൊളിയായിരിക്കും. ആലു പൊറോട്ടയും പിന്നെ മാങ്ങയുടെ അച്ചാറും ഉണ്ടെന്നോ? വണ്ടി, നിന്റെ അമ്മ നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കൊള്ളാം, നല്ല രുചിയുണ്ടായിരുന്നു. നീ എന്റെ ആലു പൊറോട്ട കട്ട് തിന്നല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലട തടിയാ. സാർ, സാർ, ചിണ്ടു എന്റെ ടിഫിനൊക്കെ കട്ട് തിന്നിരിക്കുവാണ് സാർ. നിന്റെ ടിഫിൻ ബോക്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നോ? അതെ സാർ, ഉണ്ടായിരുന്നു. എന്റെ അമ്മ എനിക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കി തന്നതായിരുന്നു സാർ. ചിണ്ടു, മേലാൽ നീ ഇങ്ങോട്ട് വരരുത്. നീ ഇങ്ങനെ കുട്ടികളെ ശല്യം ചെയ്താൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഇനി മേലാൽ നിന്നെ ഈ സ്കൂളിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്. എത്രയും വേഗം സ്ഥലം വിട്. ചിണ്ടു, നീ ഇവിടുന്ന് പോയിക്കോ. വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരരുത്. മിസ്റ്റർ കക്കർ, നമുക്ക് കുറച്ച് ദിവസത്തിന് ഒരു ടെമ്പററി ടീച്ചറെ വേണം. ഉള്ളിലേക്ക് വരാൻ എനിക്കൊരു ഐഡിയ കിട്ടിയിരിക്കുന്നു. വീരിൽ നിന്ന് എന്നെ ആർക്കും ഒരിക്കലും വേർപെടുത്താൻ കഴിയില്ല. എനിക്ക് സ്കൂളിന്റെ സ്റ്റുഡന്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനൊരു ടീച്ചറായി മാറിയേക്കാം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. സാർ, ഞാനൊരു ടീച്ചറാണ്. എന്റെ പേര് ദീൻ ദയാർ ശർമ്മ എന്നാണ്. എനിക്കൊരു ജോലി വേണം സാർ. ഓക്കെ ശർമ്മ, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചേ. ഒരൊറ്റ മിനിറ്റ്. എന്റെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. താൻ എന്ത് തമാശയോടെ കാണിക്കുന്നത്? ഡിഗ്രി എന്ന് പറഞ്ഞാ നിങ്ങൾ പഠിച്ച ഡിഗ്രി എനിക്ക് കാണേണ്ടത്. ചിലര് ഡോക്ടറിന് പഠിച്ച ഡിഗ്രി ഉണ്ടായിരിക്കും, മറ്റു ചിലര് എഞ്ചിനീയറിംഗിന് പഠിച്ച ഡിഗ്രി ഉണ്ടായിരിക്കും, മറ്റു ചിലർക്ക് പൈലറ്റിന് പഠിച്ച ഡിഗ്രി ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലും ഓരോ ഡിഗ്രി ആയിരിക്കും. ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതായത് എക്സ്പീരിയൻസ് പിന്നെ നിങ്ങളുടെ ഡിഗ്രി, എഡ്യൂക്കേഷൻ ഡിഗ്രിയാണ് ഞാൻ ചോദിച്ചത്. ഓ, ഇത്രയും ഡിഗ്രീസ് ഉണ്ടോ? ഇതാ ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. നിങ്ങൾ ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റുമാണോ? വാവ്, അതുകൂടാതെ സയന്റിസ്റ്റുമാണോ? അമേരിക്കയിലാണോ നിങ്ങൾ ഡിഗ്രി ചെയ്തത്? സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ, ആർട്ടിസ്റ്റ്, സിംഗർ, ഡയറക്ടർ. എന്റെ അമ്മോ, നിങ്ങളാണ് കൊള്ളാലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു ഓൾ ഇൻ ഓൾ ആണല്ലോ സാറേ. പിന്നെ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നോക്കുന്നേ? ബിക്കോസ് ഐ ലവ് ഈറ്റിംഗ്. അല്ല, ടീച്ചിങ്. അപ്പോ അതാണല്ലേ കാര്യം. മോനെ വീർ, നീ സ്കൂളിൽ നിന്ന് ഹിമാലയത്തിലേക്ക് ക്യാമ്പിന് പോവല്ലേ? നോക്കു മോനെ, ദിവസവും പാലിൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കണം കേട്ടോ. എമിലിക്കും അത് കൊടുക്കാൻ മറക്കരുത്. അപ്പൂപ്പ, ഞാനൊരു റോബോട്ടല്ലേ? നിങ്ങൾ എന്താ ആ കാര്യം പെട്ടെന്ന് മറന്നു പോകുന്നത്? ഞാൻ ശരിക്കും ആ കാര്യം മറന്നു പോവുക. ചിണ്ടു, ചുൾബുൾ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വരുന്നില്ല, ഓക്കെ? ഈ ക്യാമ്പിലെ സ്റ്റുഡൻസിന് മാത്രമേ പോകാൻ പറ്റൂ. ഓക്കെ വീർ, പ്രോമിസ്. ഞങ്ങൾ രണ്ടാളും നിന്റെ കൂടെ വരില്ല. ഞങ്ങൾ രണ്ടാളും തനിച്ചാ പോകുന്നത്, അല്ലേ ചുൾബുൾ? ഏയ്, ഒന്ന് നിക്കേ. ഈ സ്ഥലം അതിമനോഹരായിരിക്കുന്നല്ലേ? കുട്ടികൾക്ക് ടിഫിൻ ഉണ്ടാക്കി കൊടുക്കേണ്ട സമയമായി. ഇവിടെ തന്നെ ഉണ്ടാക്കിയാലൊന്ന് ആലോചിക്കുക. അല്ല, നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ ആരാ പിക്നിക്കിന് വന്നിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ എത്തിയോ?
ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ, എന്നിട്ട് അത് കേൾക്കാതെ എന്നെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയല്ലേ. അത് തെറ്റാ. ഞാനിവിടെ പലപ്പോഴും വരാറുണ്ട്. ഞങ്ങൾ പല സമയത്തും വന്ന് പെൻഗ്വിൻസ്, പോളാർ ബെയർ, വൈറ്റ് ടൈഗേഴ്സ്, വൂൾസിന്റെ കൂടെ കളിക്കാറുണ്ട്. ഈ ജീവികളൊക്കെ ഇവിടെ എങ്ങനെയാ വന്നത്? അവയൊക്കെ കാണപ്പെടുന്നത് ആർട്ടിക്കലും അന്റാർട്ടിക്കലും ഒക്കെ അല്ലേ? ഇവരൊക്കെ ഇവിടെ നിന്നിട്ട് ആ മൃഗങ്ങളെയൊക്കെ സ്വപ്നം കാണുകയായിരിക്കും. എന്താ ശരിയല്ലേ ചിണ്ടു? വെറുതെ കളിയാക്കണ്ട. ഞാനിപ്പോ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഈ മൃഗങ്ങളൊക്കെ ഹിമാലയത്തിലുണ്ട്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. ബൈ വീർ, സീ യു. അവിടെ നിക്കേ ചിണ്ടു. എന്ത് നല്ല മണാ വന്നോണ്ടിരിക്കുന്നത്. അയ്യോ, ഇവിടെ ഒരുപാട് പെൻഗ്വിൻസ് ഉണ്ടല്ലോ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് കാണാൻ ഒരു ചാൻസ് കിട്ടിയിരിക്കുക. അത്ഭുതമായിരിക്കുന്നല്ലോ. ഇത് കാണുമ്പോ ചിണ്ടു പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അവൻ എന്തായാലും ഇവിടെ കുറെ പെൻഗ്വിൻസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസസ് ഇല്ല സാർ. ഇത് ഉറപ്പായിട്ടും വീറിന്റെ മാജിക് ആണെന്നാ തോന്നുന്നേ. അയ്യോ, ദേ ചെന്നായി വരുന്നു. ശരിക്കും വൂൾഫാ വന്നേക്കണേ.